രേണു, നമ്മളെ സുധിച്ചേട്ടൻ സുധി ഇപ്പൊ വിട്ടുപോയിട്ട് ഒരുപാട്, എത്ര കറക്റ്റ് പറഞ്ഞാൽ ജൂണിലാണല്ലേ? 9 മാസം, ജൂൺ 5-ന് 5-ാം തീയതി. അതിനുശേഷം ഇപ്പോ എങ്ങനെയാ രേണു ഇതെല്ലാം പെട്ടെന്ന് എല്ലാം ഒരു ആക്സിഡന്റൽ ഇതായിരുന്നല്ലോ. അപ്പം രേണു ഒട്ടും ഇതല്ല, എങ്ങനെ ആ ഒരു ഇതിനകത്ത് നിന്നൊക്കെ ഇപ്പോഴും സ്റ്റിൽ റിക്കവറി ചെയ്തു വരുന്നു ആണ്? ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ, ചെയ്തല്ലേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അത് ലൈഫിൽ ഇങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അത് തരണം ചെയ്തേ പറ്റൂ അല്ലെ? പക്ഷെ രേണു എങ്ങനെയാ അത് തരണം ചെയ്തത്, അല്ലെ ആരൊക്കെയാണ് രേണുവിനെ അത് തരണം ചെയ്യാനായിട്ട് സഹായിച്ചത്? എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ ആ സമയത്ത്. കാരണം സുധിച്ചേട്ടൻ്റെ ഒരു ചാനലിലായിരുന്നല്ലോ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ആ കുടുംബം ഫുള്ളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ വീട്ടുകാരാണേലും അതിലുപരി മക്കള്, നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തായാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അടിഞ്ഞു പോയി കഴിഞ്ഞാൽ അവരും തീർച്ചയായിട്ടും. 2 ആൺകുട്ടികളാണ് സുധിച്ചേട്ടൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയേക്കുന്നു. അപ്പം അവർക്ക് വേണ്ടി എന്തായാലും ഞാൻ റിക്കവറായി വന്നു. പിന്നെ പലരും നമ്മളെ സ്നേഹിക്കുന്നവർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സുധിച്ചേട്ടനെ സ്നേഹിക്കുന്നവരുടെ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിലുപരിയായി എന്താ പറയുക, സുധിച്ചേട്ടൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതുവരെ എത്തി. ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ രേണുവിനെ ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് തൊട്ട് ബാക്കിൽ കാണുന്നത് സുധിയുടെ നല്ല ചിരിച്ച മുഖമാണ് അല്ലേ? അങ്ങനെ അതെ, സുധി സ്റ്റേജിൽ വന്നാൽ ഞങ്ങളുടെ മുഖവും അങ്ങനെ തന്നെയാണ് എപ്പോഴും. സുധി വന്നാൽ ഞങ്ങളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. പണ്ടുള്ളവർ പറയില്ലേ, ചിരി നമ്മുടെ ഐസിന്റെ ദൈർഘ്യം കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സത്യമാണെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്ന എല്ലാവരുടെയും ഒരു ഇത്തിരിയെങ്കിലും ആയുസ് കൂട്ടാൻ സുധിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോ ഒന്നും കൂടെ ചോദിക്കുകയാണെങ്കിൽ, എന്തായിരുന്നു അന്ന് സംഭവിച്ചിട്ടുണ്ടാവുക? എന്തായിരുന്നു, എങ്ങനെയാണ് രേണു ആ വാർത്ത അറിഞ്ഞത്? എന്താ അവിടെ സംഭവിച്ചത്? ഒന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല, കാരണം ഓർത്തെടുക്കാം, നമുക്ക് എപ്പോഴും ഉണ്ട്. ഓർത്തെടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ 9 മാസം പുറകിലല്ലേ. അത് ഈ സുധിച്ചേട്ടൻ എവിടെയെങ്കിലും ഷൂട്ടിന് പോയാലും അല്ലെ പ്രോഗ്രാം വിളിച്ചോണ്ടേ ഇരിക്കും എപ്പോഴും. ഇച്ചിരി ഇടവേള കിട്ടിയോണ്ടേ എന്നെ വിളിക്കുന്ന രേണു എന്നല്ല, വാവുട്ടെ എന്നാ പുള്ളി വിളിക്കുന്നത് എല്ലായിടത്തും. എവിടെയാണെങ്കിലും അങ്ങനെയാണ് വിളിക്കുന്നത്. ഞങ്ങള് അങ്ങനെയാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു 12:45 ലാസ്റ്റ് വീഡിയോ കോൾ ചെയ്ത്. അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പം കുഞ്ഞിനെ കാണണം, ഞാൻ പറഞ്ഞു സുധിച്ചേട്ടൻ ഇങ്ങോട്ട് വരുമല്ലേ. അപ്പം ഇവരെല്ലാം പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് വരാനുള്ള ഒരുക്കത്തില്ല, എന്തോ പൈസയ്ക്ക് എന്തോ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിനെ എന്തിനാ, രാവിലെ കാണാമല്ലോ ഏട്ടാ, കുഞ്ഞ് ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ല വാവട്ടെ, എനിക്കൊന്ന് കാണണം. ഞാൻ അങ്ങോട്ട് പറഞ്ഞു അമ്പടാ കള്ള, അപ്പം ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞാൽ വേറെ ഷൂട്ടിന് എന്തോ പോകാനല്ലേ കള്ളം പറഞ്ഞിട്ട്. അപ്പം എവിടെയെങ്കിലും പോയാൽ പെട്ടെന്ന് വരണമെന്നുള്ള ഇതാ. അപ്പോൾ കുഞ്ഞിനന്ന് പല്ലുവേദനയായിരുന്നു, ഇത്രയും നീരുണ്ട് രാത്രി. അപ്പം രാവിലെ വന്നിട്ട് പപ്പ ഹോസ്പിറ്റലായിരുന്നു, പപ്പായേയും കാണാം കുഞ്ഞിനെയും കൊണ്ട് പോകാം. അപ്പം സുധിച്ചേട്ടനും പല്ലുവേദന നീര് തുടങ്ങി അന്ന്. ഇവിടുന്ന് പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, 2 പേർക്കും ഒരുപോലെ 7 മണിയായപ്പം പല്ലുവേദന നീര്. അപ്പം സുധിച്ചേട്ടൻ പറഞ്ഞാലിപ്പം രാവിലെ വെളുപ്പിനെ വന്നോണ്ടേ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ കോൾ ഓൺ ആക്കിയിട്ട് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. ഞാൻ നോക്കിയില്ല, കാരണം സുധിച്ചേട്ടൻ രാവിലെ ഇങ്ങനെ വരത്തില്ലേ. അപ്പം സുധിച്ചേട്ടൻ നന്നായിട്ട് കരഞ്ഞു, ശരിക്കും കരഞ്ഞു, പൊട്ടിക്കരയുക. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്തുവാ സംഭവം? വാക്കുട്ടെ എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണേ, ഋതപ്പനെ നോക്കിക്കോണേ, കിച്ചു എന്ത് ചെയ്യേ? ഞാൻ പറഞ്ഞു അവനിവിടെ ഉണ്ട്, വന്ന് പുറത്ത് പോയിട്ട് വന്നെന്ന് പറഞ്ഞു. നോക്കിക്കോണേ, എനിക്ക് പല്ലുവേദനയാണ്, എന്നെ ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞു പിന്നെ നോണ പറയാ, ഒരു പല്ലുവേദന, വേഗം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് വിട്ട്. ഞാൻ ഓർത്ത് വെളുപ്പിനെങ്കിൽ വരുമായിരിക്കുന്നു. പിന്നെ ഒന്ന് വിളിച്ചത് വീഡിയോ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു വൗട്ട ഒരു 5 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ ചങ്ങനാശ്ശേരി എത്തും, നീയും കിച്ചും കൂടെ വന്ന് കൊണ്ടുവരണേന്ന് പറഞ്ഞു. എന്നെ വണ്ടിയിൽ വന്ന് കൂട്ടിക്കൊണ്ട് വരണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ശരി സുധിച്ചേട്ടാ, എന്നാൽ വെളുപ്പിനെ കാണാമെന്ന്. അപ്പം 4:30 ആയപ്പോൾ കുഞ്ഞ് കരയുന്നുണ്ട്. 4:30 ആയപ്പോഴേ അപകടം. അപ്പം ഞാൻ എണീറ്റ് കുഞ്ഞിനെ ഉറക്കിയിട്ട് ഫോണിൽ നോക്കിയപ്പോൾ 4:30 മണി. അപ്പോൾ ഓൾറെഡി നോക്കിയപ്പം സുധിച്ചേട്ടൻ അല്ല, ഞാൻ ഫോണ് നമ്മൾ എന്തായാലും ഉണർന്ന് എഴുന്നേറ്റ് നെറ്റ് ഓൺ ആക്കുമല്ലോ, നോക്കും. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നിയില്ല. സുധിച്ചേട്ടനെ വിളിക്കാൻ ഞാൻ 1-2 പ്രാവശ്യം നോക്കിയതാ. ചിന്ത വന്നപ്പോൾ ഞാൻ ഓർത്ത് ഉറങ്ങുമായിരിക്കും, ഉറങ്ങി വരട്ടെ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞും ഉറക്കത്തില്ല, ഞങ്ങൾ ആരും ഉറക്കത്തില്ല. എപ്പോഴും ഇങ്ങനെ അടുക്കള പാചകവും വർത്താനവും ഒക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ കടയപ്പോക്കൊക്കെ തന്നെത്താനെയാ, സ്വന്തമായിട്ടല്ല. ഇവിടുന്ന് കവലയിലൊക്കെ പോവുകയും കവല വരെ നടന്നു പോവും, ചിലപ്പം സാധനം മേടിച്ചോണ്ട് വരും. ഇതൊക്കെ ആളുടെ ഒരു ഹോബി. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പോൾ ഈ സംഭവം നടക്കുവാ 4:30 ആയപ്പം. ഞാനന്ന് നെറ്റ് ഓൺ ആക്കിയില്ല, ഞാൻ കിടന്നുറങ്ങി. രാവിലെ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 6-6:30 7 മണിയായി ഞാൻ എണീറ്റപ്പം, കോള് വന്നുകൊണ്ടിരിക്കുന്നു. താമസിച്ച് കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പം ഒരു കോൾ എടുത്തപ്പോഴത്തേന് സുധിച്ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫ്. അപ്പോൾ ഇവർ സംഭവം അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞിട്ട് ഈ മിറ്റം മുഴുവൻ, ഈ വഴി മുഴുവൻ ആൾക്കാരായിരുന്നു. ഞാനിത് അറിയുന്നില്ല. അപ്പോൾ കിച്ചു മൂത്ത മോൻ ഇവിടെയാണ് കിടക്കുന്നത്, ഞങ്ങൾ അകത്തെ റൂമിൽ. എൻ്റെ ഒരു അനിയത്തിയുണ്ട്, പപ്പയും അമ്മയും ഹോസ്പിറ്റലിലായിരുന്നു, പപ്പായ്ക്ക് ഒരു ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അപ്പം ഞാൻ ചേട്ടത്തിയോട് ചോദിച്ചു, എന്നെ അടുത്ത് ഈ വെളുപ്പിനെ വിളിച്ചു സുധി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അപ്പോൾ ചോദിച്ചേട്ടാ വടകര പോയതാണല്ലോ, എന്നെ അടുത്ത് വന്നില്ല, ഇപ്പം വന്ന് കാണും, ഇനിയിപ്പോൾ ഉറക്കമായിരിക്കും വല്ലോ, സ്റ്റാൻഡിൽ വല്ലോ ഇരുന്നിട്ടേ.
വിളിച്ചു നോക്കട്ടെ എന്ന്. അപ്പം എഴുന്നേറ്റ് അപ്പൊ 5 മണിയായപ്പം രേണു വിളിച്ചു നോക്കിയില്ലേ? 5 മണിയായപ്പോഴല്ല ഞാൻ എഴുന്നേറ്റ് 6:30 ആയപ്പോഴാണ് എഴുന്നേറ്റ്. 4 ആയപ്പോ വിളിക്കാൻ തോന്നിയില്ല എനിക്ക്, എന്തോ എനിക്ക് അല്ല, തോന്നിയില്ല. 5 മണിക്ക് നിങ്ങളുടെ അടുത്ത് പിക്ക് ചെയ്യാൻ വരണം എന്നല്ലേ പറഞ്ഞു. പറഞ്ഞു? അപ്പൊ ഉറങ്ങിപ്പോയി. ഉറങ്ങി 6:30 7 ഞാൻ എഴുന്നേറ്റ് ഉടനെ വിളിച്ചത് സൂചിച്ചേട്ടനെയാ. 5 പ്രാവശ്യം വിളിച്ച്. അപ്പൊ 5 പ്രാവശ്യം വിളിച്ചിട്ടും ബെല്ലടിക്കണ്ടോ? ബെല്ലടിക്കുന്നുണ്ട്. പക്ഷെ ആ ഫോൺ ഇതുവരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കൊടുത്തു നോക്കി കടയില്, അതുപോലെ അത് തകർന്നു പോയി. പക്ഷെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കൊന്ന് ഡിസ്പ്ലേ പോയി കാണും, ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല ആരും. അപ്പൊ എനിക്ക് ഡൗട്ടൊന്നും അടിച്ചില്ല. നമുക്ക് അങ്ങനെ തോന്നും, നമ്മുടെ ആള് മരിച്ചു പോകും, നമ്മൾ ഓർക്കുവോ, ഇനി എന്തുവാ ഇത് സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കോള് വരുന്നത്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇവിടെ വന്ന് തിണ്ണേ വന്നോണ്ട് വേറൊരു കോള്, ചേച്ചി വാർത്തക്കകത്ത് ശരി. അപ്പൊ എന്റെ വിചാരം പണ്ട് നമ്മുടെ കൊറോണ ടൈമിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ വന്നായിരുന്നു സൂചിച്ചേട്ടന്, ഒരു സാമ്പത്തികമായിട്ടുള്ള കടത്തിന്റെ പ്രശ്നമൊക്കെ വന്നായിരുന്നു ആ കൊറോണ ടൈമിൽ. ഇനി അത് വല്ലതും ആണോ വാർത്തക്കകത്തെന്ന് ഞാൻ ചോദിക്കുക. അപ്പൊ അവര് പറഞ്ഞു, ചേച്ചി അപ്പൊ ഒന്നും അറിഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും അറിഞ്ഞില്ല, എന്താ സംഭവം എന്ന് ചോദിച്ചു. അവരന്നേരം കട്ട് ചെയ്ത് 2-3 കോൾ ഇങ്ങനെ വന്നിട്ട് കട്ട് ചെയ്തു.